ഹായ് ഹലോ വെൽക്കം ടു CC Plus. CC Plusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയമായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? കൊമേഴ്സ്, അതായത് +1 +2 കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം സബ്ജക്റ്റുകൾ നമ്മൾ എടുത്തു അല്ലേ? അപ്പോൾ അതിൽ നിന്നും ഓരോരോ സബ്ജക്റ്റ് നമ്മൾ ഇങ്ങനെ വരികയാണ്. പ്രത്യേകമായിട്ടും പറയട്ടെ, എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതുകൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് അല്ലെ? ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ട്രയൽ ബാലൻസ്? ആ ട്രയൽ ബാലൻസിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ട്രയൽ ബാലൻസ് അല്ലെ? റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് നോൺ പ്രോഫിറ്റിലേക്ക് നമ്മൾ പോകും. ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ അവിടെ എന്ത് വരും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന രീതിയിൽ ഒരേ സാധനങ്ങൾ വരും അല്ലെ? അതിലും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ട്രയൽ ബാലൻസ് എന്നത്. ഇനി ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കണ്ടേ? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏതാ? എറേഴ്സ് ആണ്. എന്താണ് എറേഴ്സ്? നമുക്കൊക്കെ എറേഴ്സ് എന്താണെന്ന് അറിയാം അല്ലെ? എന്താ എറർ എന്ന് പറയുമ്പോൾ തെറ്റുകളാണ്. നമുക്കറിയാം, നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എപ്പോൾ ഉണ്ടാവും? നമ്മളെ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവും അല്ലെ? നമ്മളൊരു കുറ്റമാണ് അത്. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ആ എറേഴ്സിനെ അവിടെ 4 തരം തിരിച്ചിട്ടുണ്ട്. അതാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് മിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത് 4 തരത്തിലുള്ള എറർ. ഇനി എന്തൊക്കെയാണ് ഈ എറർ നമുക്ക് നോക്കണ്ടേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ എന്നുള്ളത്. ഒന്നാമതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. എന്താ എറേഴ്സ് ഓഫ് കമ്മീഷൻ? നോക്കൂ, these are the errors which are committed due to wrong posting of transaction. നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റോങ് ആവുക. അതേപോലെയോ റോങ് ടോട്ടലിംഗ്, അതായത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് റോങ് ആയി പോവുക, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് റോങ് ആയി പോവുക. ഇത്തരത്തിലുള്ള റോങ് ആയി പോകുന്ന കാര്യത്തിനാണ് ഇവിടെ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്ത എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്. എന്താ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുമ്പോൾ? ദ എറേഴ്സ് ഓഫ് ഒമിഷൻ മേ ബി കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ വൈൽ പോസ്റ്റിംഗ് ദി ലെഡ്ജർ. അതായത് ഒറിജിനൽ എൻട്രിയിലേക്കോ അല്ലെങ്കിൽ ലെഡ്ജറിലേക്കോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന രീതിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അത് നമുക്ക് 2 തരംതിരിക്കാം. പ്രധാനമായിട്ടും അതിനെ എന്തായി തരംതിരിക്കാം? 2 തരംതിരിക്കാം. അതാണ് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷനും എറർ ഓഫ് പാർഷ്യൽ ഒമിഷനും. എന്താ ഇത്? ഒന്ന് നോക്കൂ. when a transaction is completely omitted from recording in the books of original record it is an error of complete omission. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി? നമ്മൾ അവിടെ ഒരു കാര്യം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ബുക്ക് ഒന്നായിട്ട് എന്ത് ചെയ്തു? അത് റെക്കോർഡ് ചെയ്യാതെ വിട്ടുപോയി. അത്തരത്തിലുള്ളതാണ് എന്ത് പറയുന്നത്? കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു സെയിൽ നടന്നു, ആ സെയിൽ എന്ത് ചെയ്തില്ല? സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല. ഇവിടെ ക്രെഡിറ്റ് സെയിൽ നടന്നു, ആ ക്രെഡിറ്റ് സെയിൽ അവിടെ സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല. അപ്പൊ അത്തരത്തിലുള്ള എറേഴ്സിനാണ് നമ്മൾ എന്ന് പറയാം കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാർഷ്യൽ ഒമിഷൻ അല്ലെ? അവിടെ പകുതി ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, പകുതി രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. സോ അത്തരത്തിലുള്ള ഒരു ഒമിഷൻ ആണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ 2 നമ്മൾ പഠിച്ചു, എറേഴ്സ് ഓഫ് കമ്മീഷൻ പഠിച്ചു, എറേഴ്സ് ഓഫ് ഒമിഷൻ പഠിച്ചു അല്ലെ? അടുത്തെന്താണ്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ആണ്. എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ ഉണ്ട് അല്ലെ? ഒരുപാട് തരത്തില് അല്ലെ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രിൻസിപ്പളും പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രിൻസിപ്പൾ എഗെയിൻസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മളിവിടെ എൻട്രീസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന എററാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾ. അതിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ GAAP അല്ലെ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അക്കൗണ്ട്സ് ചെയ്യുക. അപ്പൊ അതിലെ പ്രിൻസിപ്പൾസ് വയലേറ്റ് ചെയ്യപ്പെടുകയോ ഇഗ്നോർ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എററാണ് എറേഴ്സ് ഓഫ് എന്താ? പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അടുത്ത് നോക്കാം. കോമ്പൻസേറ്റിംഗ് എറർ. എന്താ കോമ്പൻസേറ്റിംഗ് എറർ? when 2 or more errors are committed in such a way that the net effect of these error on the debit and credit of account is nil, such errors is called compensating error. അവിടെ ഒരേ സമയത്ത് തന്നെ രണ്ടോ അതിലധികമോ എറേഴ്സ് അവിടെ വന്ന് അതിന്റെ നെറ്റ് എഫക്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു?
ഡെബിറ്റിലും ക്രെഡിറ്റിലും കൂടിച്ചേർന്നത് അവസാനം അക്കൗണ്ട്സ് തന്നെ നില്ലാവുന്ന അവസ്ഥ വരുന്ന സമയത്ത് അവിടെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, കോമ്പൻസേറ്റിംഗ് എറർ എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും പറയാം. ഇതാണ് നമുക്ക് എറേഴ്സ് ആയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. ഇതൊക്കെയാണ് പറയാനുള്ള കാര്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എറർ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ഈ എറർ എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ള പഠിക്കണം. നമ്മൾ എറർ പഠിച്ചുകൊണ്ട് കാര്യമില്ല, ഈ എറർ റെക്ടിഫൈ ചെയ്യാണ് ആസ് എ അക്കൗണ്ടന്റ് എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എററുകൾ റെക്ടിഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾക്കറിയാം ബോർഡ് എക്സാം വന്നെത്തി അല്ലേ, +1 +2 എക്സാം ഒക്കെ വന്നെത്തി. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ റിവിഷൻ ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. ഞങ്ങൾക്കറിയാം നല്ല കുട്ടികളാണ്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും. എന്നാലും അവസാനഘട്ട റിവിഷന്റെ സമയത്തോ അവസാനം വായിച്ചു നോക്കുമ്പോഴോ ഇത് ഡൗട്ടായി തോന്നി, അല്ലെങ്കിൽ അതെങ്ങനെ വന്നു ഇതെങ്ങനെ വന്നു എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഇത്തരത്തിൽ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് പോരുകയും നമ്മളിവിടെ +1 +2 കാർക്ക് സ്പീഡ് ബൂസ്റ്റർ ആരംഭിച്ചിട്ടുണ്ട്. സ്പീഡ് ബൂസ്റ്റർ ലിമിറ്റഡ് സീറ്റ് ആണ്. നമ്മളെ റിവിഷനൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, ഡെയിലി ലൈവ് ക്ലാസ്, വീക്ക്ലി എക്സാം, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അപ്പൊ മടിച്ചു നിൽക്കണ്ട, ഡൗട്ടുകളൊന്നും മനസ്സിൽ വെക്കണ്ട, എല്ലാ ഡൗട്ടുകളും തീർത്ത് സ്വസ്ഥമായിട്ട്, അതായത് പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മനസ്സിലാക്കണം എന്താ ഇതൊക്കെ ഈസി ആണല്ലോ അല്ലെ. അങ്ങനെ ഒരു തോട്ടോട് കൂടി നമ്മൾ എക്സാം എഴുതിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നല്ല മാർക്ക് വാങ്ങി അല്ലെ. എത്രയാണ് 1200 മാർക്ക് ഉണ്ട് +2 അല്ലെ. 1200-ല് 1200 മാർക്ക് തന്നെ നേടി നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ ഈ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിനു വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. ഇത്തരത്തില് മറ്റൊരു കാര്യം കൂടി, +1 +2 അക്കൗണ്ടൻസി എന്ന ടോപ്പിക് അല്ലെ, നമ്മളൊക്കെ പറയും പോലെ അക്കൗണ്ടൻസി എന്ന ടോപ്പിക്കിന് ഇവിടെ ട്യൂഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിഞ്ഞു പഠിക്കാം, സംശയങ്ങൾ തീർക്കാം, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഇത്തരത്തില് ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു ബാച്ചുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്, ഇവിടെ അവൈലബിൾ ആണ്. ബാച്ചിനെ പറ്റി അറിയാൻ നിങ്ങൾക്ക്, ബാച്ചിനെ പറ്റി അറിയാനും അതേപോലെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ നമ്മൾ എറേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ എറേഴ്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ.